നമുക്ക് പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്ന പുതിയ പുതിയ വേർഡുകൾ നമ്മൾ തന്നെ സ്വയം ഒരു ചെറിയ നോട്ടിൽ, ഒരു പോക്കറ്റ് നോട്ടിൽ എഴുതി നമ്മൾ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മറ്റു ഡിക്ഷണറികളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ഒരുപാട് മടങ്ങ് നമുക്കത് ബൈഹാർട്ടാവാൻ സാധിക്കുന്നതാണ് എന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ പദങ്ങൾ ചെറിയൊരു പോക്കറ്റ് ഡിക്ഷണറി, പോക്കറ്റ് ഗൈഡായി നമ്മൾ എഴുതി നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി സൂക്ഷിച്ചാൽ നമ്മുടെ മെമ്മറി പവർ കൂടുതൽ വർദ്ധിക്കും. അത് നമുക്ക് നമ്മുടെ ഖുർആൻ പഠനത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. എല്ലാവരും അത് ശീലിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കാഫിറൂൻ. നമുക്കൊന്ന് പാരായണം ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ولا أنتم ولا عابدون أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. لكم دينكم ولي دين. നമ്മൾ ആദ്യമായി പഠിച്ച ക്രിയകളിലേക്ക് നമ്മൾ ഒന്നും കൂടി ചെന്ന് നോക്കാം. ഫഅല, അവൻ പ്രവർത്തിക്കുന്നു. ഫഅല പ്രവർത്തിച്ചു. ഫഅല പ്രവർത്തിച്ചു. ഫഅല അവൻ പ്രവർത്തിച്ചു. ഫഅലു അവർ പ്രവർത്തിച്ചു. ഫഅൽത നീ പ്രവർത്തിച്ചു. ഫഅൽതും എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഫഅൽന നമ്മൾ പ്രവർത്തിച്ചു. ഒരാള് നഫഅ പറയൂ. നഫഅ, നഫഅ, നഫഉ, നഫഅത, നഫഅത, നഫഅതും, നഫഅതും. അതേപോലെ റഫഅ, റഫഅ, റഫഉ, റഫഅത, റഫഅതും, റഫഅതു, റഫഅന. ജഅല അടുത്ത ആള്. ജഅല, ജഅലു, ജഅൽത, ജഅൽതും, ജഅൽതു, ജഅൽന. ബഅസ, ബാസ, ബഅസ, ബഅസു, ബാസ്ത, ബാസ്ന. മനഅ അടുത്ത ആള്. മനഉ, മനഅത, മനഅതും, മനഅന. ഇതില് നമ്മള് ഒരു ക്രിയയുടെ ഫതഹ എന്ന് പറയുമ്പോൾ തുറന്നു, അവൻ തുറന്നു. ഫതഹു എന്ന് പറയുമ്പോ അവർ രണ്ടാളുണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ. ഫതഹ്ത എന്ന് പറയുമ്പോൾ ആരാണ്? അടുത്ത ആളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. നീ തുറന്നു. ഫതഹ്തും എന്ന് പറയുമ്പോൾ എന്താണ്? അവർ കൂട്ടം ആളുകളോട് നിങ്ങൾ തുറന്നു. ഫതഹ്ന എന്ന് പറയുമ്പോ ഞാൻ തുറന്നു. ഫതഹ്തു ഞാൻ തുറന്നു. ഫതഹ്ന ഞങ്ങൾ തുറന്നു. ഇനി നമുക്ക് ഫഅലയുടെ യഫ്അലു. യഫ്അലു എന്ന് പറഞ്ഞാൽ എന്താണ്? അപൂർണ ക്രിയയാണ്. അതിന്റെ അർത്ഥം അവർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും. അതായത് അതിന്റെ ബഹുവചനം യഫ്അലൂന, അവർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും. തഫ്അലു നീ പ്രവർത്തിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കും. തഫ്അലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും.
അഫ്അലു ഞാൻ പ്രവർത്തിക്കുന്നു, നഫ്അലു നാം പ്രവർത്തിക്കുന്നു, അതായത് നമ്മൾ എല്ലാവരും കൂടി പ്രവർത്തിക്കുന്നു. ഇതില് നമ്മള് ക്രിയയുടെ കൂടെ ആദ്യമായി കൂട്ടിയ യ ത അ ന, യത അന എന്നീ വാക്കുകളാണ് നമ്മൾ കൂട്ടി വന്നത്. യ ത അ ന. ബഹുവചനം ആവുമ്പോൾ നമ്മൾ ഊന എന്നും കൂടി കൂട്ടി വന്നു. എഫ് അലു എന്നുള്ളിടത്ത് എഫ് അലൂന, ഫഅലു എന്നുള്ളിടത്ത് എഫ് അലൂന, തഫ് അലു എന്നുള്ളിടത്ത് തഫ് അലൂന. അപ്പൊ അതിൽ വന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ കാഫിറൂനിൽ നമുക്ക് പഠിക്കാനുള്ള, നമ്മളിപ്പോ പഠിച്ചു വന്ന ഫഅല, ഫതഹ, അതേപോലെ ഒരു ക്രിയാരൂപമാണ് അബദ. അബദ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ആരാധിച്ചു. അവൻ ആരാധിച്ചു. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച ഫതഹ പോലെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ആരാ പറയാ? എങ്ങനെ കേട്ടില്ല? നമുക്ക് ഫതഹ പോലെ, ഫഅല പോലെ നമ്മൾ പഠിച്ചല്ലോ, ഉദാഹരണം പഠിച്ചില്ലേ? ആ അബദ, അബദു, അബദ് അബദ്ദ, അബത്തും 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 അബദന. അബദ്ന. അപ്പൊ ഈ സൂറത്തുൽ കാഫിറൂനിൽ നമുക്ക് ഈ അബദയുടെ, അതായത് നമ്മൾ പഠിച്ച ക്രിയ പോലെ ഒരു പുതിയൊരു ക്രിയ നമ്മൾ പഠിക്കുകയാണ്. ഇതാണ് കൂടുതലായി ആവർത്തിച്ചു വന്നിട്ടുള്ളത്. അബദ എന്ന് വന്നിട്ടുണ്ട്. അബത്തും, തഅബുദൂന, നഅബുദു, അഅബുദു. നഅബുദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ ആരാധിക്കും. അഅബുദു ഞാൻ ആരാധിച്ചു. ആബിദുൻ ആരാധിക്കുന്നവൻ. അന ആബിദുൻ ഞാൻ ആരാധിക്കുന്നവനാകുന്നു. ഞാൻ ആരാധിക്കുന്നു. അൻതും ആബിദൂന നിങ്ങൾ ആരാധിക്കുന്നു. മാഷാ അല്ലാഹ്. ആരാധിച്ചു എന്നല്ലേ? അബിദൂന അല്ല, ആരാധിക്കുന്നു. ആരാധിക്കുന്നു. അപ്പൊ നമ്മള് ഇന്നത്തെ സൂറത്തുൽ കാഫിറൂനിലേക്ക് കടക്കുകയാണ്. കുൽ, കുൽ എന്ന് പറഞ്ഞാല് പറയൂ, ഓതുന്ന നമ്മളോട് എല്ലാവരോടും കൂടി തന്നെയാണ് പറയുന്നത്. കുൽ യാ അയ്യുഹ, അല്ലയോ, കുൽ പറയൂ, യാ അയ്യുഹ അല്ലയോ, ഹേ അൽ കാഫിറൂൻ വിശ്വാസികളെ. കാഫിറിന്റെ ജമ്മാണ് കാഫിറൂൻ. നമ്മള് മുസ്ലിമുൻ മുസ്ലിമൂന എന്ന് പറഞ്ഞ പോലെ മുഅ്മിനുൻ മുഅ്മിനൂന, കാഫിറുൻ ഒരു അവിശ്വാസി, കാഫിറൂന ഒരുപാട് അവിശ്വാസികൾ. അതേപോലെ യാ അയ്യുഹ എന്നാലും, യാ എന്നാലും, അയ്യുഹ എന്നാലും, അയ്യുഹ എന്നാലും അല്ലയോ, അല്ലയോ, ഹേ എന്നാണ് അർത്ഥം വരിക. ലാ അഅ്ബുദ് ഞാൻ ആരാധിക്കുന്നില്ല, മാ തഅ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ. അഅ്ബുദു എന്ന് നമ്മൾ ഫഅല പഠിച്ചപ്പോൾ അഫ്അലു ഞാൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും. അഅ്ബുദു അപ്പൊ എന്താണ് വരല്? അഅ്ബുദു എന്നാല് ആരാധിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കും. ലാ എന്ന് കൂടെ വന്നപ്പോൾ ഞാൻ ആരാധിക്കുന്നില്ല. അഅ്ബുദു ഞാൻ ആരാധിക്കുന്നു, തഅ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ, അതായത് നമ്മൾ തഫ്അലൂൻ പഠിച്ച പോലെ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, വലാ അൻതും നിങ്ങളുമല്ല, ആബിദൂന ആരാധിക്കുന്നവർ, മാ അഅ്ബുദ് ഞാൻ ആരാധിക്കുന്നതിനെ. ഇവിടെയും ആബിദുൻ ജമ് ആബിദൂന. അൻത ആബിദുൻ എന്ന് പറഞ്ഞാൽ എന്താ?
നീ ആരാധിക്കുന്നവനാകുന്നു. നീ ആരാധിക്കുന്നു. അൻതും ആബിദൂന നിങ്ങൾ നിങ്ങൾ ആരാധിക്കുന്നവൻ ആകുന്നു. വല അന. വല അന എന്ന് പറഞ്ഞാല് ഞാനുമല്ല. ആബിദുൻ ആരാധിക്കുന്നവൻ. മാ അബത്തും നിങ്ങൾ ആരാധിച്ചതിനെ. അന ആബിദുൻ ഞാൻ ആരാധിക്കുന്നവനല്ല. നഹനു ആബിദൂന ഞങ്ങൾ ആരാധിക്കുന്നു. അബത്തും ഫഅൽത്തും എന്ന് പറഞ്ഞ പോലെ അബത്തും. രണ്ടാമതും ആവർത്തിച്ചു വരികയാണ്. വല അൻതും ആബിദൂന മാ ആബുദ് നിങ്ങളുമല്ല ആബിദൂന ആരാധിക്കുന്നവർ മാ ആബുദ് ഞാൻ ആരാധിക്കുന്നവനെ. ലക്കും നിങ്ങൾക്ക് ദീനുക്കും നിങ്ങളുടെ മതം വലിയ എനിക്ക് വലിയ ദീൻ എനിക്ക് എൻ്റെ മതം. ലീ ലഹു ലഹും ആർക്കതൊന്നും പറയാൻ പറ്റുക? ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചവരെ ഞാൻ പറയും. പറഞ്ഞോളൂ. ലഹും ലക ലക്കും ലി ലന ലഹ. ലഹും അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്, ലി എനിക്ക്, ലന നമുക്ക്, ലഹ അവൾക്ക്. ഈ ലഹു എന്ന് നമ്മള് സ്ഥിരമായി ഒരു പ്രാർത്ഥനയില് നമ്മൾ മരണശേഷം മരണ വീട്ട് സന്ദർശിക്കുമ്പോഴും മരണത്തിന് ശേഷമുള്ള തസ്ബീത്തിലൊക്കെ നമ്മൾ ആവർത്തിച്ചു വരുന്നുണ്ട് ലഹു, അതേപോലെ ലഹ എന്നും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫി വഅഫു അൻഹു. അതേപോലെ തസ്ബീത്ത് ചൊല്ലുമ്പോൾ ഈ ലഹു എന്ന പദം നമുക്ക് ആവർത്തിച്ചു വരുന്നതായി കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ത്രീലിംഗമാവുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ വഅഫി വഅഫു അൻഹാ. അപ്പൊ നമ്മള് പഠിച്ച ല അല്ലെങ്കിൽ ലഹു എന്നുള്ള പദം നമുക്ക് ഒരുപാട് തവണ നമ്മുടെ ദിക്റുകളിൽ ആവർത്തിച്ചു വരുന്നതായി നമുക്ക് കാണാം. ഫതഹ നമ്മള് 5000 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഫതഹ, അതായത് ക്രിയാരൂപം. അതിന്റെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? സുഹൃത്തു കാഫിറും കഴിഞ്ഞു. ഖുർആന്റെ ഭാഗം കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോ ഇൻഷാ അല്ലാഹ് അവിടെ നിർത്താം. നമുക്ക് ഇനി ഒരു ടീച്ചറും കൂടെ വെയിറ്റ് ചെയ്യാം. ജസാക്കല്ലാഹു ഖൈറൻ. അപ്പൊ ഇതില് ഈ വാല്യുവേഷനില് പറയാനുള്ളതെന്ന് പറഞ്ഞാല് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ റബ്ബി ഷ്റഹ് ലി സദ്രി പറഞ്ഞൊന്നും എനിക്കറിയില്ല, പറഞ്ഞില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ലല്ല, ഞാനത് ആദ്യം ഉപയോഗിക്കലുണ്ടായിരുന്നു. പിന്നെ സാറ് പറഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിച്ചത്. കാരണം മൂസാ നബി അള്ളാഹുവിനോട് അദ്ദേഹത്തിനുള്ള വിക്ക് മാറാൻ വേണ്ടിയിട്ട്, അപ്പൊ നമ്മള് എല്ലാ പരിപാടിന്റെ മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനക്കാണ് അത് കൂടുതൽ ഊന്നൽ നൽകാന്ന് മനസ്സിലായി. ഓക്കെ, അതുകൊണ്ട് അത് ഒഴിവാക്കി. അപ്പൊ എന്തായിരുന്നാലും എനിക്ക് അല്ല ഇതില് അപ്പൊ അത് നിങ്ങൾ എന്തായാലും പറഞ്ഞില്ല. നമുക്ക് ഇനി പറയുമ്പോഴേ നോക്കാൻ പറ്റുള്ളൂ. ഇനി തൽക്കാലം ഒഴിവാക്കാൻ പറഞ്ഞത് അതിന്റെ സാന്ദർഭികത പരിഗണിച്ചുകൊണ്ടല്ല ഒഴിവാക്കാൻ പറഞ്ഞത്. മിസ്റ്റേക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ മിസ്റ്റേക്ക് വരുന്ന ഒരു ഭാഗം സാധാരണ ഒരുപാട് പേര് മിസ്റ്റേക്ക് വരുത്തുന്നത് കൊണ്ട് നമ്മൾ പലരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മളായിട്ട് ആ മിസ്റ്റേക്ക് ആവർത്തിക്കണ്ട, അത് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ആവർത്തിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അത് ഉദ്ദേശിച്ചത്. അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞിരുന്നു, നമുക്കും പറയാൻ കുഴപ്പമൊന്നുമില്ല. പലരും അങ്ങനെ പറയാറുണ്ട്. അതിന് കുഴപ്പമുണ്ട് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അത് പറയുമ്പോൾ മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പൊ മറ്റുള്ളവർ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു സംഭവം നമ്മളും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് തിരുത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാൻ
നിർദ്ദേശിച്ചത്. പിന്നെ ക്ലാസിന്റെ ഇൻഷാ കാര്യത്തിൽ അത് മാതൃകാപരമായ ക്ലാസ് എടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലഘു പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഋഷി സാർ പറഞ്ഞപ്പോഴത്തേക്ക് ഋഷി സാർ ഇത് രണ്ടാമത് കേൾക്കുകയാണെങ്കിൽ കേട്ടോട്ടെ, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഇവാലുവേറ്റ് ചെയ്യുന്നവര് ഇവാലുവേറ്റ് ചെയ്താലും നേരത്തെ അദ്ദേഹം പറഞ്ഞ ആ ഒരു മിസ്റ്റേക്ക് അവിടെ ഒരു കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, മറിച്ച് അത് പൊതു അവബോധത്തിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും അത് ശ്രദ്ധിച്ചെന്നറിയില്ല. ലഘു പറഞ്ഞപ്പോൾ ലാ ഊന്നി പറയാൻ ഉപയോഗിച്ചു എന്നൊരു സൂചന അദ്ദേഹത്തിന്റെ വാക്കിലുണ്ടായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പഠിപ്പിച്ചൊടുക്കേണ്ട ഒരു ഭാഗം കൂടിയാണത്. ഇപ്പൊ ലഘു എന്ന് പറയുന്നിടത്ത് ഊന്നിപ്പറയാനുള്ള ലാ അല്ല, മറിച്ച് ലി എന്നതാണ് ഒറിജിനൽ പദം. ലി എന്നതാണ് യഥാർത്ഥത്തിലുള്ള അതിന്റെ അടയാളം. അത് സർവനാമത്തോടൊപ്പം ചേർന്ന് വന്നതുകൊണ്ടാണ് ലഹു ലഹും എന്ന് വരുന്നത്. ഹുവാഹുമിനോട് ചേർന്ന് വരുമ്പോ അത് ലീ എന്നിടത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഫത്തഹായിട്ടാണ് വരിക. ലഹു ലഹും, ലക ലക്കും, ലീനല, ലീ ലന, ലഹ എന്ന് വരുന്നത്. അപ്പൊ സർവനാമങ്ങളോടൊപ്പം ചേർന്ന് വരുമ്പോ സർവനാമങ്ങളോടൊപ്പം ചേർന്ന് വരുമ്പോഴെല്ലാം അതിന് ഫത്തഹാണ് വരുന്നത്, ഈ ലീലൊഴിച്ച്. അപ്പൊ അതാണ് അതിന്റെ ഒരു സംഗതി. അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കാതെ പറഞ്ഞതായിരിക്കുമോ, അല്ലെങ്കിൽ ഒരു സൂചന അങ്ങനെ പറഞ്ഞു പോയി. ഊന്നിപ്പറയാൻ വേണ്ടിയുള്ള ലാ അല്ല, അതെന്താണ് ഹുസ്റിൻ അവിടെ ഊന്നിപ്പറയാനുള്ളതാണ്. ഇവിടെ അത് ഊന്നിപ്പറയാനുള്ളതല്ല. ഇവിടെ സർവനാമങ്ങളോടൊപ്പം ലഫി എന്നിടത്ത് ഫീയുടെ കൂടെയാണ് വന്നിരിക്കുന്നത്, സർവനാമത്തിന്റെ കൂടെയല്ല. അപ്പോ ഇവിടെ എന്താണ്, സർവനാമത്തോടൊപ്പം ചേർന്ന് വരുമ്പോൾ അത് ലീ ആണ് രൂപഭേദം വന്നിട്ട് ലായായി മാറും. ജി സാഹിബിനെ സംബന്ധിച്ചോളം അത് പ്രസക്തമല്ല, എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മിച്ചത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ മനസ്സിലാക്കാൻ ഒന്നുകൂടി അപ്പൊ അതാണ്. ബാക്കിയെല്ലാം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അറ്റൻഡൻസ് എടുക്കുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി തന്നെയാണ്. പിന്നെ എന്താ പറയാ, കുറച്ച് സ്ലോ ആയി പോകുന്നുണ്ട്. അത്രയും സ്ലോ ആകണ്ട. അത് ഒരുപക്ഷെ വിജി സാർ വിചാരിച്ചിട്ടുണ്ടാവും അപ്പുറത്തിരിക്കുന്നതെല്ലാം ജഗജില്ലന്മാരാണ്, അതുകൊണ്ട് ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അതായിരിക്കാം, സഭാകമ്പമായിരിക്കാം. വിജി സാർ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാറുണ്ടോ? ഇല്ലല്ല, ഞാന് നമ്മളെ ഫാമിലിയിൽ ഓൺലൈനായിട്ട് എടുത്തു കൊടുക്കുന്നു. ഓൺലൈൻ എടുക്കും. ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. അൽഹംദുലില്ലാ, നല്ലൊരു അധ്യാപകനാകാനുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത റസീന ടീച്ചർ റെഡിയാണോ? ഇല്ല ഉസ്താദ്, നിങ്ങൾ പ്രസന്റ് രേഖപ്പെടുത്തിയതാ, ക്ലാസ് എടുക്കാനല്ല. പ്രസന്റ് പറയാൻ പറഞ്ഞില്ലല്ലോ ആ സമയത്ത്. ഓക്കെ, എന്നാ ഞാൻ ഓരൊക്കെ ഇട്ടത് കണ്ടപ്പോഴേ ഞാൻ മറ്റേ ക്ലാസ്സിലായിരുന്നു ആൽഫബറ്റിന്റെ, ഓരൊക്കെ അതിന്റെ ഇടയിൽ ഇട്ടതല്ല. വന്നിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ ആദ്യം കൊടുക്കുന്ന മെസ്സേജ് ഇന്ന് ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അതല്ലായിരുന്നു ഉദ്ദേശം. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് ആദ്യം ക്ലാസ് എടുക്കാനുള്ള റെഡിയാണ് എന്ന് വേണ്ടി റെഡിയാകുന്നത്. ഓക്കെ, നമ്പർ 1 2 3 ഇതാണ് ഞാൻ എന്ന് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ മാറിയിട്ട് പോയി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാജർ രേഖപ്പെടുത്താൻ വേണ്ടി അടുത്ത മെസ്സേജ് കൊടുക്കും. അപ്പോഴാണ് ഹാജർ രേഖപ്പെടുത്തേണ്ടത്. മനസ്സിലായത്. ഓക്കെ, എന്തായാലും മുജീബ് സാഹിബ് കണ്ടു ചെയ്തോളൂ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അതിൽ ഫാത്തിമ രഹന കൂടി ഇട്ടിട്ടുണ്ട്. അവര് അബദ്ധം പറ്റിയതാണോ ക്ലാസ് എടുക്കാനാണോ എന്നറിയില്ല കേട്ടോ. അല്ല, ഫാത്തിമ രഹന പിന്നീടാണ് ഇട്ടത് പ്രസന്റ്. ഇട്ടല്ലേ? ഓക്കെ, ശരി. റസീന ടീച്ചർ ഇട്ടതിന് ശേഷം പിന്നീട് ഞാൻ ഹാജർ രേഖപ്പെടുത്താൻ പറഞ്ഞതിന് ശേഷമാണ് ഫാത്തിമ രഹന ഇട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാത്തിമ രഹന ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് ഇട്ടത്. റെഡി ആയിട്ടില്ല. എന്താ റെഡി ആകാത്തത്? ഇതുവരെ എടുത്തില്ലല്ലോ. 2 ക്ലാസ് എടുത്തു. ഫാത്തിമ രഹന DOB എന്താണ്? ഡേറ്റ് ഓഫ് ബർത്തോ?
ഏപ്രിൽ 13 96 ഇയർ 96 96. ഓക്കെ, നമുക്ക് ചെറുപ്പക്കാരാണ് വേണ്ടത് ടീച്ചേഴ്സ് ആയിട്ട്. ഇവരെല്ലാം എടുക്കുന്നവരെല്ലാം സീനിയർ സിറ്റിസൺസ് ആണ്. അപ്പൊ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം, പെട്ടെന്ന് അടുത്ത ക്ലാസ് റെഡി ആവണം കേട്ടോ. ശരി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച കണ്ടിന്യൂ ചെയ്യില്ലേ സാറ്? അതെ. നമ്മൾ പഠിച്ച ക്രിയകളില് ജഅല ഒന്ന് പറഞ്ഞു നോക്കാം. ജഅല അവൻ ആക്കും അല്ലെങ്കിൽ ആക്കുന്നു. ആക്കി. ജഅലു എന്ന് പറഞ്ഞാൽ എന്താ? ആരാ പറയാ? എങ്ങനെ? ജഅലു എന്നതിന്റെ മീനിങ് ജാലു അവറാക്കി. അവരാക്കുന്നു അല്ലെങ്കിൽ ജാലു അവരാക്കി. ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രസന്റ് ടെൻസിന്റെ മീനിങ് ആണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ പറ്റുമോ? മിജി സാഹിബിനോടെയും അർത്ഥം പറ്റുന്നുണ്ട്. ഓക്കെ അവരാക്കി അല്ലെങ്കിൽ ആക്കുന്നു. അല്ല, അവർ ജാലു അവർ ആക്കി. നീ ആക്കി. നിങ്ങളാക്കി. ജഅൽതു ഞാനാക്കി. ജഅൽന ഞങ്ങളാക്കി. യജ്അലു അവനാക്കുന്നു. യജ്അലൂന അവരാക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് യജ്അലൂന എന്നുള്ളതില് ജഅലു എന്നതിന്റെ കൂടെ ഊന വന്നു. യജ്അലൂന, ജഅലു അവരാക്കി, യജ്അലൂന അവരാക്കുന്നു. തജ്അലു നീയാക്കുന്നു. തജ്അലൂന നിങ്ങളാക്കുന്നു. അജ്അലു ഞാനാക്കുന്നു. നജ്അലു ഞങ്ങളാക്കുന്നു. അപ്പൊ നമ്മള് ഇതില് യത്തഅന ഇപ്പോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? എത്താണ് ആദ്യത്തിൽ വരുന്ന അനിയത്തി എന്നും പറയും തോന്നുന്നു. അത്തൈനാന്നും പറയാം. ഫതഹ യഫ്തഹു എന്നുള്ളത് നമുക്ക് ഖുർആനില് 29 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഫഅല യഫ്അലു എന്നുള്ളത് 105 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ജഅല യജ്അലു എന്നുള്ളത് 346 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ ക്രിയകള് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഖുർആനിൽ ഇത് പല തവണ ആവർത്തിച്ചിട്ടുള്ളതായി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഈ പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണത്. ഫതഹ അവൻ തുറന്നു 29 പ്രാവശ്യം. സാർ ഇവിടെ ഈ 8 ഇതിട്ടത് എന്താണെന്ന് മനസ്സിലായില്ല. ജഅല എന്നുള്ളത് 346 പ്രാവശ്യം. അതായത് ഇത് ഈ കൊടുത്തിരിക്കുന്ന സ്ലൈഡില് ഇത് പഴയ സ്ലൈഡാണ്. അപ്പൊ ഇത് നമ്മള് റീക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ചെയ്ത ആള് അത് ഡിലീറ്റ് ചെയ്യാതെ ഇട്ടതുകൊണ്ടാണ് അത് യഥാർത്ഥത്തില് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഈ പഴയ സിലബസിലുള്ള നേരത്തെ പഴയ സിലബസ് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകും. പഴയ സിലബസില് 29 ഫതഹ 8ാമത്തെ യൂണിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജഅല 8ാമത്തെ യൂണിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നഫഅ 46 നഫഅയും ബാസിയും 46ാമത്തെ യൂണിറ്റിലും ലാനയും മനയും ലാന 47ാമത്തെ യൂണിറ്റിലും മന 72ാമത്തെ യൂണിറ്റിലും റഫ 72ാമത്തെ യൂണിറ്റിലും ജമഅ 73ാമത്തെ യൂണിറ്റിലാണ് മുമ്പ് ഉണ്ടായിരുന്നത് പഴയ സിലബസ്. ഇപ്പൊ പുതിയ സിലബസിൽ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ കൂടെ തന്നെ സെയിം ടൈമിൽ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തത് പിന്നെ പറയാൻ ബാക്കിയായിരുന്നു.
ജഅല അവനാക്കി എന്നുള്ളത് 346 പ്രാവശ്യം, നഫ 42 പ്രാവശ്യം പ്രയോജനം ചെയ്തു, നഫ പ്രയോജനം ചെയ്തു, ബഅസ 65 പ്രാവശ്യം നിയോഗിച്ചു, ലഅന ശപിച്ചു ലഅന 41 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്, മന 16 പ്രാവശ്യം വിരോധിച്ചു, തടഞ്ഞു, റഫ 28 പ്രാവശ്യം, ജമഅ ശേഖരിച്ചു. ഇനി നമുക്ക് ബഅസ എന്നുള്ളത് ഒന്ന് പൂർണ്ണമായി ഒന്ന് പറഞ്ഞാണ്. ആരാ പറയാം? ബഹസ ബഹസ് ബഅസ ബഅസു, ബഹസ് ബഅസ്ത ബഅസ്തും, ബഹസ്ത ഫുള്ളായിട്ട്. ബഅസ്ത ബഅസ്തും, ബഅസ്തു ബഅസ്ന. ബഹസ് ബഹസ്തു ബഹസ്ന ബഹസ്തു യബ്അസു യബ്അസൂന, തബഅസു തബഅസൂന, തബഅസു നബഅസു തബഅസുന അബഅസു നബഅസു നബഅസു. സുവല്ല സന സുവറി സു സന എന്നുള്ളത് ആരാ പറയാം? സൊനഹ സൊനഹ സൊനഖ്തു വേറൊരാൾ പറഞ്ഞു. സനാ സനാവും സനാത്ത സനാത്തും സനാത്തു സനാന യസ്നൗ യസ്ന യസ്നൗന തസ്നൗ തസ്നൗന അസ്നൗ നസ്ന. ഇത് നമ്മൾ ഓരോ ക്രിയകളും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഇന്നത്തെ 9ാമത്തെ സെഷൻ കഴിയുമ്പോൾ 107 പദങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതായത് 38%. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ വളരെ എളുപ്പത്തിൽ 9 സെഷൻ പിന്നിടുമ്പോൾ തന്നെ നമുക്ക് ഖുർആനിലെ 38% നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്ന പദങ്ങൾ എണ്ണി നോക്കുകയും അത് നമ്മൾ പറയുന്ന ഇത്ര 38% നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തുകയും, കിട്ടാത്തത് നമ്മൾ തുടർന്ന് വായിച്ചുകൊണ്ട് പഠിച്ച് നമ്മുടെ ഖുർആൻ പഠനം വർക്കുകളിലൂടെ മുന്നോട്ട് നയിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിലെ ഏകദേശം 40%, 38% നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഈ സദുദ്ദേശം നിറവേറ്റി തരട്ടെ, നമ്മളെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ക്രീൻ അങ്ങനെ തന്നെ നിന്നോട്ടെ കേട്ടോ. സ്ക്രീൻ അങ്ങനെ നിന്നോട്ടെ. ഞാൻ കുറച്ച് കാര്യം പറയാനുണ്ട്. സ്ക്രീൻ മാറ്റണ്ടെന്ന് മുജീബ് സാറിനോട് പറഞ്ഞതാ. ഓ ഈ സെറ്റപ്പ് മാറ്റുമ്പോഴത്തേക്ക് റെക്കോർഡിങ്ങിൽ കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത് മാറ്റുമ്പോഴത്തേക്ക്. ഓക്കെ, ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്ക്രീൻ മാറ്റണ്ട, അവിടെ നിന്നോട്ടെ. ഇതല്ലേ ആദ്യത്തെ, ഇതാണ് ആദ്യത്തെ സ്ലൈഡ്. ഓക്കെ, അവിടെ ആയിക്കട്ടെ. അപ്പോ ആരാ പറഞ്ഞ്? എന്തെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. ഈ 9ാമത്തെ പാഠം പഠിച്ചു കഴിയുമ്പോൾ ഇപ്പൊ നമ്മള് എല്ലാ പ്രസന്റേഷനിലും പ്രസന്റ് ചെയ്യുമ്പോൾ, ക്ലാസ് പ്രസന്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പ്രസന്റേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ആ പ്രസന്റേഷന്റെ ആ ക്ലാസിന്റെ അവസാനം ഒരു അര പേജ് എങ്കിലും എന്തുണ്ടാവും? ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് 1 hour ക്ലാസ് ആയിട്ടാണ് നിങ്ങൾ സാധാരണ അഡൽറ്റിന് എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. നമ്മൾ അത് എടുക്കാൻ നമ്മൾ അത്രത്തോളം പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം ഒരു ക്ലാസ് ഫുള്ളായിട്ട് എടുത്താൽ മതി. തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ പകുതി ക്ലാസ് ആയിരിക്കും എടുക്കുക. 1 മണിക്കൂറിനോട് പകുതി ക്ലാസ് എടുക്കും. പകുതി ക്ലാസ് പിന്നെ അടുത്ത ക്ലാസ്സിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ജനങ്ങൾ ഇത്രയും സ്പീഡിൽ പഠിച്ചോളണമെന്നൊന്നുമില്ല.
പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന ഫുള്ളായിട്ട് കറക്റ്റായിട്ട് വർക്ക് കൊടുത്ത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തന്നെയാണ് പോവുക. നമ്മൾ കുറച്ച് നാൾ കഴിയും അത് നമ്മൾ അത് ഇതേ ലെവലിൽ തന്നെ വരാൻ. ഇതേ ലെവലിൽ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പവർഫുൾ ആയിട്ടുള്ളത്. ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ അതേ ലെവലിൽ തന്നെ പഠിപ്പിക്കുക. ഒരു ലെസൺ ഒരു ദിവസം തന്നെ ഒരു 1 hour ക്ലാസ് തന്നെ പഠിപ്പിക്കുക. ആവശ്യമില്ലാത്ത വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് ഒക്കെ ടോട്ടൽ വിശദീകരണം വരും. അത് ഒറ്റയടിക്കായിരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിനനുസരിച്ച് 1-2 മിനിറ്റ് വിശദീകരണം കൊടുക്കും. ചില ക്ലാസ്സുകളൊക്കെ 1 മണിക്കൂർ, ചിലപ്പോൾ 1.25 മണിക്കൂർ, ചില അപൂർവ സ്ഥലങ്ങളിലൊക്കെ 1.5 മണിക്കൂർ ക്ലാസ് എടുക്കാറുണ്ട്. ശരി, അപ്പൊ ഈ സ്ക്രീനിൽ എന്താണ് കാണിക്കുന്നത്? ഇപ്പൊ ഞാൻ വോയിസ് ക്ലിപ്പ് ഞാൻ നേരത്തെ റഷീദ് സാറിനോട് പറഞ്ഞത് കോമൺ ആയിട്ട് പരിധിയാൽ മതി. ക്ലാസ് എടുക്കുന്നതിന് മുന്നോടിയായി നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഫുള്ളായിട്ട് അതിന്റെ വോയിസ് ക്ലിപ്പ് അതിനോടൊപ്പമുള്ള പുതിയ വോയിസ് ക്ലിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കേൾക്കണം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ക്ലാസ് നേരത്തെ എടുത്തിട്ടുള്ളതെന്നുള്ള വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ നമ്പർ 9ാമത്തെ യൂണിറ്റ് ആണെങ്കിൽ 9ാമത്തെ യൂണിറ്റിന്റെ ആ നമ്പറിലുള്ള വീഡിയോ കേട്ട് നോക്കണം. അത് പഴയ റെക്കോർഡിംഗ് ആണെങ്കിലും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഏകദേശം ഈ ക്രിയകളുടെ ചില മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്രിയകൾ ഇപ്പോൾ കൂടുതലാണ് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അതിലേക്ക് വരാം. ഇപ്പൊ ഈ സ്ക്രീൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് പോവാം. അപ്പോൾ അതിനുശേഷം റഷീദ് സാഹിബിന്റെ മുജീബ് സാഹിബിന്റെ ബാക്കി കാര്യങ്ങളോട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഇതില് നമ്മൾ കുറെ പദങ്ങൾ പച്ച അടയാളപ്പെടുത്തിയിരിക്കുകയാണ്, കുറെ പദങ്ങൾ മഞ്ഞ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, പച്ച അടയാളപ്പെടുത്തിയതെല്ലാം നമ്മുടെ കോഴ്സിലൂടെ ഔപചാരികമായി പഠിച്ചു പോയവയാണ്. കോഴ്സിലൂടെ ഔപചാരികമായി പഠിച്ചു പോയവയാണ്. 9 പാഠം കഴിയുമ്പോൾ ഈ പച്ച അടയാളപ്പെടുത്തിയ പദങ്ങളെല്ലാം നമ്മൾ കോഴ്സ് 1, 2, 3, 4 മുതൽ 9 വരെയുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. നമ്മൾ നോക്കി അറിയാൻ പറ്റും. വയറ്, ലഹും, അല്ലദീന, ഇങ്ങനെ ലക്കും ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കോഴ്സിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. പിന്നീട് സമാ, ഹജർ, റിസത്ത്, അറുദ് ഇതൊന്നും നമ്മൾ ഔപചാരികമായി പഠിച്ചതല്ല. അതേസമയം അനൗപചാരികമായി നമുക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുത്ത 60% പദങ്ങളുടെ ബുക്ക്, അതേപോലെ നിങ്ങൾക്കറിയുമോ എന്ന് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ, അതിലൂടെയൊക്കെ അനൗപചാരികമായി, അതൊക്കെ നിങ്ങൾക്കറിയുമോ എന്ന് കൊടുത്തിരിക്കുന്നതല്ല, അനൗപചാരികമായി പഠിക്കുന്നതാണ്, ഫോർമലി ഉള്ളതല്ല. അഥവാ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആ ഭാഗമൊന്നും ചെയ്യാറില്ല, പറയാറില്ല. അത് അവിടെ കൊടുക്കുന്നുണ്ടാകും, അവർ വായിച്ചു നോക്കാൻ വേണ്ടിയാണ്. അപ്പോ ഒരു പൊതുജനത്തിന് അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള പദങ്ങളാണ് മഞ്ഞ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പച്ച അടയാളപ്പെടുത്തിയത് കോഴ്സിലൂടെ പഠിച്ചു പോയവയും. അടുത്ത സ്ലൈഡ് കൊടുക്കുക മുജീബ് സാഹിബ്. അപ്പൊ ഇതിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 1 പേജാണ്. നേരത്തെ ഉള്ളത് 1/2 പേജ്, അടുത്ത 1/2 പേജാണ്. ഈ അടുത്ത 1/2 പേജിലും ഇതുണ്ട്. വാഹിദ് നമുക്ക് അറിയാൻ സാധ്യതയുള്ളതാണ്. ഹൈർ അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളതാണ്. ജാലിക്ക് അറിഞ്ഞിരിക്കാം, നബിയീൻ അറിയാം, ആയാത്ത് അറിയാം, ഹത്ത് അറിയാം. ജാലിക്ക് ഇതൊക്കെ എന്താണ്? പൊതുവിൽ അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള പദങ്ങളാണ്. നിങ്ങൾക്ക് ഒരുപക്ഷേ അറിയാമായിരിക്കും എന്ന് നമുക്ക് ക്ലാസ്സിൽ പറയാം. അതേസമയം പച്ച അടയാളപ്പെടുത്തുന്നതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. യാ മൂസയിൽ യാ മാത്രമേ പച്ച അടയാളപ്പെടുത്തുള്ളൂ. കാരണം എന്താണ്? യാ മൂസ എന്നുള്ളത് നമുക്ക് അറിയുന്ന പദമാണ്, അത് വേറെ കാര്യം. പക്ഷെ യാ നമ്മൾ കോഴ്സിലൂടെ പഠിച്ചതാണ്. ഇത്, ലന, റബ്ബ്, ലന, മിമ്മ നമ്മൾ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിൻ അധികം മായാണ് പഠിച്ചത്. മിൻ പഠിച്ചു, മായും പഠിച്ചു. മിൻ ശരി മാഹല. പിന്നെ ആറും ഇവിടെ പച്ച അടയാളപ്പെടുത്തിയല്ല, ആറും ശരിക്കും മഞ്ഞ അടയാളപ്പെടുത്തി. ഇന്ന നമ്മൾ പഠിച്ചു. ഇന്നമായുടെ കൂട്ടത്തില് ഇന്ന പഠിച്ചിട്ടുണ്ട്. ലക്കും, മാ. അപ്പൊ ഇതെല്ലാം പച്ച അടയാളപ്പെടുത്തിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഞ്ഞ അടയാളപ്പെടുത്തിയതൊക്കെ നമുക്ക് അറിയാൻ സാധ്യതയുള്ള പദങ്ങളാണ്. അപ്പൊ കൊടുത്തിരിക്കുന്ന കൗണ്ടിങ് നോക്കുക. കൗണ്ടിങ് നോക്കുമ്പോൾ 40 out of 125 എന്ന് പറയുന്നത് 125-ൽ 40 പദങ്ങൾ പച്ച അടയാളപ്പെടുത്തിയവയാണ്. 122-ൽ 40 പദങ്ങൾ പച്ച അടയാളപ്പെടുത്തിയവയാണ്. അപ്പൊ നമ്മൾ ഉറപ്പായും പഠിച്ചു കഴിഞ്ഞവ എത്രയുണ്ട്? 125-ൽ 40 എന്ന് പറഞ്ഞാൽ 32%. അപ്പൊ ഈ പാഠത്തിന്റെ അവസാനത്ത് നമ്മൾ 38% എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ പേജില്, അഥവാ ഇത് എത്രാമത്തെ പേജാന്ന് വെച്ചാൽ പേജ് 9 ആണ്. ഖുർആനിലെ പേജ് 9. നമ്മളത് ഇങ്ങനെ ഏതെങ്കിലും ഒരു പേജ് നമ്മൾ എടുത്തു കൊടുക്കുകയല്ല, മറിച്ച് ക്രമപ്രകാരം 1, 2, 3 എന്നുള്ള ഒരു യൂണിറ്റിലൂടെ 1ാമത്തെ പേജ്, 2ാമത്തെ യൂണിറ്റിലൂടെ 2ാമത്തെ പേജ്, 9ാമത്തെ യൂണിറ്റോടെ 9ാമത്തെ പേജാണ് നമ്മൾ കൊടുക്കുന്നത്. ആ രീതിയിലാണ് ഈ 9ാമത്തെ പേജ് വന്നത്. അല്ല നമ്മളിത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ പേജ് എടുത്ത് കൊടുക്കുന്നതല്ല. ഒന്ന്.
അപ്പോ 32% നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ഏതില്? ഈ 9ാമത്തെ പേജിൽ. അപ്പൊ 38% എങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ, ചില പേജുകളിൽ നമ്മൾ പറയുന്നതിനേക്കാളും അല്പസ്വല്പ കുറവുണ്ടാകാം, ചില പേജിൽ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതലുണ്ടാകാം, ചില പേജ് ഏകദേശം അങ്ങനെ വരാം. അതൊന്ന്. രണ്ടാമത്, നമുക്ക് ഒരു പൊതുജനത്തിന് അറിയാവുന്ന പദങ്ങൾ വെച്ച് നോക്കിയാൽ വാഹിദ്, ഖൈർ, ദാലിക, നബിയ്യൻ, ഹക്ക്, ദാലിക ഇതൊക്കെ ഉണ്ടല്ലോ. ഈ പദങ്ങളും കൂടെ നമുക്ക് വെച്ച് നോക്കിയാൽ 125ൽ 51 പദങ്ങൾ നമുക്ക് അറിയാവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 38 അല്ല 40% നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചെറു പുസ്തകം കൂടെ കൊടുക്കുന്നത്. ഇതും കൂടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു വന്നാൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് അത് അലു പറഞ്ഞെടുത്തൊന്നുകൂടെ പോട്ടെ. അലുവിന്റെ സൈഡ് ഓക്കെ. അല്ല, ഖുറാന് മുമ്പാണ് ഫാലിയഫ് അലു. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ആ പ്രസന്റേഷൻ നമ്മൾ നോക്കണം. നോക്കുമ്പോൾ ഞാൻ അതില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ കിട്ടെ, ഞാൻ അതിൽ വോയിസ് ക്ലിപ്പിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാല്, ഇത് നമ്മൾ ക്രിയയുടെ അപൂർണ ക്രിയ പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് എന്ന ബോധ്യം ഉണ്ടാകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോക്കസ് എപ്പോഴും ഈ ലാംഗ്വേജ് പഠനത്തിലാണ്, ഭാഷാ പഠനത്തിന്റെ കാര്യത്തിലാണ് നമ്മുടെ ഫോക്കസ്. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ഖുർആൻ മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിലാണ് നമ്മൾ ഫോക്കസ്. നമ്മൾ മിക്കവാറും ക്ലാസ്സുകളിൽ ഖുർആന്റെ ഭാഗമാണ് കിടക്കുന്നതെങ്കിലും ഇപ്പൊ എടുക്കുന്ന മിക്കവാറും ക്ലാസ്സുകളിൽ നമ്മൾ ഭാഷാ പഠനത്തിന്റെ ഭാഗമാണ് ആദ്യം പഠിപ്പിക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല്, പുസ്തകത്തിൽ അങ്ങനെ കൊടുക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം ഖുർആനിലെ പഠിപ്പിക്കേണ്ടെന്ന് ആൾക്കാർ ചോദിക്കും. അപ്പോ നമുക്ക് നമ്മൾ തലയിൽ കയറാൻ വേണ്ടി ഒരു ചാൻസ് ഒരിക്കലും കൊടുക്കാതിരിക്കുക. അതിന് പഠിക്കാൻ വരുന്ന ആള് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ക്ലാസ്സിൽ പഠിക്കാൻ വരുന്നതാണ്. അന്നേരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാധാന്യം അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഖുർആൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഖുർആൻ എടുക്കാം. പക്ഷേ ക്ലാസ്സിൽ വന്നിരിക്കുന്നവർ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരെ ആദ്യത്തെ 20 മിനിറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം? പഠിക്കാൻ വന്നിരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാണ്? ആദ്യത്തെ 20 മിനിറ്റ്. ആദ്യത്തെ 20 മിനിറ്റ് ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ആദ്യത്തെ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് തുടങ്ങിയ ആദ്യത്തെ 20 മിനിറ്റ്. മുജീബ് സാഹിബ് അറ്റൻസ് ഒക്കെ എടുത്തില്ലേ? അറ്റൻസ് എടുത്തൊന്നും ഇതിൽ കൂട്ടില്ല. ക്ലാസ് തുടങ്ങുകയാണ്. പഠിപ്പിക്കാൻ അതായത് നമ്മൾ ക്ലാസ് പഠനം അല്ലെങ്കിൽ അധ്യയനം തുടങ്ങുകയാണ്. അധ്യയനം തുടങ്ങിയാൽ 20 മിനിറ്റ് ആണ് അവർക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ കൊണ്ട് പീരീഡ് തീരുന്നത്. അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്താലും ആ 1 മണിക്കൂറിന്റെ ക്ലാസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷനും അതുപോലുള്ള അറ്റൻസ് എടുക്കലും അതേപോലെ ഹോംവർക്ക് നോക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരാൾ എന്ത് ചെയ്യുന്നത്, 1 മണിക്കൂർ തുടർച്ചയായിട്ട് പഠിപ്പിച്ചു കളയരുത്. ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ തമാശകളൊക്കെ പറയുന്നത് അതിനു വേണ്ടിയാണ്. മൈൻഡ് ബ്രേക്ക് എന്ന് പറയും. മൈൻഡ് ബ്രേക്ക് ചെയ്ത് വീണ്ടും തിരിച്ചു തരാം. അപ്പോ ഇത് പ്രൈം ടൈം നമ്മൾ എന്ത് ചെയ്യണം? ഭാഷാ പഠനത്തിന് ഉപയോഗപ്പെടുത്തും. പ്രൈം ടൈം ഭാഷാ പഠനത്തിന് ഉപയോഗപ്പെടും. പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ ചോദിച്ചു പറയുന്നത് പ്രൈം ടൈം പ്രധാനപ്പെട്ട സമയം. ആ പ്രധാനപ്പെട്ട സമയം നമ്മൾ ഭാഷാ പഠനത്തിൽ. അപ്പൊ ഉടനെ തന്നെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അപൂർണക്രിയ പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണക്രിയ പഠിച്ചു കഴിഞ്ഞല്ലോ. എന്താണ് പൂർണ്ണക്രിയയിൽ പഠിച്ചത്? ഫാലയുടെ പൂർണ്ണക്രിയ എന്ന് പറഞ്ഞു നോക്കുക. പറഞ്ഞു പോലെ തന്നെ, പക്ഷെ അദ്ദേഹം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അർത്ഥം പൂർണ്ണക്രിയയുടേതാണ് എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, മറിച്ച് എന്താണ്, ഇവിടെ അപൂർണക്രിയയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണക്രിയ പഠിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പൂർണ്ണക്രിയ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ പൂർണ്ണക്രിയ എന്തായിരുന്നു? അല അവൻ പ്രവർത്തിച്ചു, അലു അവർ പ്രവർത്തിച്ചു, അൽത്ത നീ പ്രവർത്തിച്ചു, അൽത്തും നിങ്ങൾ പ്രവർത്തിച്ചു, അൽത്തു ഞാൻ പ്രവർത്തിച്ചു. ഇവിടെ പറയാവുന്നത് അല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു കഴിഞ്ഞു, നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ അടയാളം എവിടെയാണ് മാറുന്നത്? അവസാനിച്ചതിന്റെ അടയാളം അവസാനത്തിലാണ് ഉള്ളത്. ഓക്കെ. ഇനി ക്രിയ പൂർണ്ണമല്ല, അതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫഅല ഇത് അപൂർണക്രിയ എന്താണ്? യെസ് അലു പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ ക്ലാസ്സിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കുകയല്ല. കാരണം എന്താണ്? പുതുതായി നമ്മൾ പഠിക്കുന്ന കാര്യം അവരെ സ്റ്റുഡൻസിനെ കൊണ്ട് പറയിപ്പിക്കരുത്. കാരണം അവരൊരു മിസ്റ്റേക്ക് പറഞ്ഞാൽ അതെല്ലാവരും
അവരുടെ മനസ്സിൽ പതിയും. അതുകൊണ്ട് മിസ്റ്റേക്ക് പരമാവധി പറയിപ്പിക്കരുത്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം. അതേസമയം പഠിച്ച കാര്യം ചോദിച്ചാൽ തെറ്റ് പറയുന്നത് ഇതിൽപ്പെട്ടതല്ല. മറിച്ച് എന്താണ്, പുതിയ ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളെ വായിൽ നിന്നാണ് ആദ്യം കേൾക്കുക. അധ്യാപകന്റെ വായിൽ നിന്നാണ്, അല്ലെങ്കിൽ അധ്യാപികയുടെ വായിൽ നിന്നാണ് ആദ്യം കേൾക്കുക. അപ്പൊ പൂർണ്ണക്രിയ ഫഅല, അപൂർണക്രിയ എന്താണ്? യഫ്അലു. അപ്പോ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈ പുതിയ ടെക്സ്റ്റ് കിട്ടാത്തവരൊക്കെ ടീച്ചർമാരെല്ലാം പുതിയ ടെക്സ്റ്റ് ഓരോന്ന് വായിക്കും. ഇല്ലാത്തത് കാരണം എന്താ പറഞ്ഞാൽ ഇതിനകത്ത് 48ാമത്തെ ഒരു പേജ് ഉണ്ട്. 48ാമത്തെ പേജിൽ നമ്മൾ ഇതിലുള്ള എല്ലാ ക്രിയകളെയും ലിസ്റ്റ് കൊടുക്കും. 48ാമത്തെ പേജ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ 48ാമത്തെ പേജിൽ 2-3 ക്രിയകൾ നമ്മളെ മൈൻഡിൽ വേണം എടുക്കുമ്പോൾ. പേജ് കുട്ടികളെ കൊണ്ട് സ്കൂൾ ബുക്കം തുറക്കാൻ അനുവദിക്കില്ല. അതായത് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ അടുത്താ പറഞ്ഞത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് പുസ്തകത്തിലല്ല നോക്കേണ്ടത്, സ്ക്രീനിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ സ്ക്രീനിലാണ് നോക്കേണ്ടത്. സ്ക്രീൻ ഇല്ലെങ്കിൽ അഥവാ LCD അല്ലെങ്കിൽ അതിന്റെ സംഭവങ്ങളൊന്നും ഇല്ല, ഡിസ്പ്ലേ ചെയ്യുന്നതല്ല, പ്രസന്റേഷൻ അല്ല, എന്താന്ന് പറയാ, പ്രൊജക്ടർ വെച്ചിട്ടല്ല ക്ലാസ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോർഡിൽ എഴുതിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ബോർഡിൽ എഴുതിയിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എഴുതി പഠിച്ചിട്ട് വേണം വരാൻ കേട്ടാ. കാലം എങ്ങനെയാണ് എഴുതുന്നത് എഴുതി പഠിപ്പിച്ചതിന് വരെ അവിടെ വന്നിട്ട് ക്ലാസ്സിൽ നിന്ന് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഫഅല അതിന്റെ അപൂർണക്രിയ യഫ്അലു എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ജാല എന്തായിരിക്കും? യജാലു. അപ്പൊ അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണം. അപ്പൊ ബാസ് എന്തായിരിക്കും? യബാസു. നഫ എന്തായിരിക്കും? യൻഫഉ. അപ്പൊ അതൊക്കെ അവരെ കൊണ്ട് പറയും. അപ്പൊ അത്രയും ഇതില് 10-12 ക്രിയകൾ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും പറയിപ്പിക്കാം, അല്ലെങ്കിൽ 3-4 പറയിപ്പിച്ചിട്ട് ബാക്കി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്ക് അതിന്റെ മുഴുവൻ പൂർണ്ണക്രിയയുടെ എല്ലാ രൂപങ്ങളും പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് യഫ്അലു അവൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും, അതിനാണ് ഇവിടെ ഡിസ്പ്ലേ കൊടുക്കുന്നത്. യഫ്അലൂന അവർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും. മുജീസ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് പറഞ്ഞത് എനിക്ക് തോന്നിയത്, ഫഅല ഏകവചനമാണ്, 2 പേരുണ്ടെങ്കിൽ ഫഅലു എന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ 2 അല്ല, മറിച്ച് എന്താണ്, ഫഅല എന്ന് പറഞ്ഞാൽ ഒരാളാണ്, അവൻ പ്രവർത്തിച്ചു. ഫഅലു എന്ന് പറഞ്ഞാൽ കുറെ പേരെന്ന് പറഞ്ഞാൽ മതി. ആദ്യം നമ്മൾ 2 അതിലധികം ഒന്നും പറയണ്ട. ഫഅല ഒരാൾ, ഫഅല അവൻ പ്രവർത്തിച്ചു, ഫഅലു അവർ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. അവിടെ ദ്വിവചനമാണോ ബഹുവചനമാണോന്നൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെയും കുറെ പേർ, ഫഅല അവൻ പ്രവർത്തിച്ചു, ഫഅലു എന്ന് പറഞ്ഞാൽ കുറെ പേർ പ്രവർത്തിച്ചു. അതായത് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ദ്വിവചനം പഠിച്ചാൽ അവിടെ നമ്മൾ ഫഅലു എന്ന് പറഞ്ഞപ്പോൾ കുറെ പേരെന്നാണ് പറഞ്ഞത്, 2ന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. അപ്പൊ 2ന്റെ കാര്യം ഇതാണ് എന്ന് അന്നേരം പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോഴും നമ്മൾ 2-ന് വേറെയാണ് 3-ന് വേറെയാണെന്നൊരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. എന്തായാലും ഇത് 2 അല്ല, അത് ശ്രദ്ധിക്കുക. അപ്പൊ യഫ്അലൂന അവർ പ്രവർത്തിക്കുന്നു. അപ്പൊ ഞാൻ അതിൽ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, മാറ്റം ആദ്യത്തെ 2 എണ്ണത്തിൽ യായാണ് ചേർക്കുന്നത്, രണ്ടാമത്തെ 2 എണ്ണത്തിൽ തായാണ് ചേർക്കുന്നത്, മൂന്നാമത്തെ പിന്നീട് ആ വരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാ വരും. അപ്പോ യാ വരുന്നിടത്ത് വ്യത്യാസം മനസ്സിലാകുന്നത്, യാ ഏകവചനമാണ്, യഫ്അലു എന്ന് പറയുമ്പോൾ അതിൽ ഊനയില്ല. ബഹുവചനം വരുമ്പോൾ യഫ്അലൂന, അപ്പൊ അവസാനത്തിന് ഊനയും കൂടെ ഉണ്ട് ബഹുവചനം. തഫ്അലു അവൻ നീ പ്രവർത്തിക്കുന്നു, അതിന്റെ കൂടെ ഊന ചേർത്താൽ തഫ്അലൂന പ്രവർത്തിക്കും. ഞാൻ പ്രവർത്തിക്കുന്നു, അതിൽ നമ്മൾ മുമ്പ് പഠിച്ച അഴൂദൂല ആയുണ്ട്. ഇവിടെ അഴൂദൂലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അഴൂദു എന്താണ്, വേറെ ഒരു പാറ്റേണിലുള്ളതാണ്. ഇനി അഥവാ പറഞ്ഞാൽ തന്നെയും നമ്മൾ അഴൂദ് പഠിച്ചപ്പോൾ ആദ്യത്തെ അക്ഷരം എന്തായിരുന്നു? അഊദു, ഞാൻ അതെന്തായിരുന്നു. അതേപോലെ അഫ്അലു ഞാൻ പ്രവർത്തിക്കുന്നു. നഅ്ബുദു നമ്മൾ പഠിച്ചായിരുന്നു, അപ്പോൾ നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. അതേപോലെ നഫ്അലു ഞങ്ങൾ നിങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പോ പറഞ്ഞതിന് സമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞെല്ലാം തെറ്റെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറിച്ച് എന്താണ്, ഇവിടെ ഫോക്കസ് വേണം. കാരണം നമ്മൾ അപൂർണക്രിയ പഠിക്കുകയാണ്, അതുകൊണ്ട് അപൂർണക്രിയയുടേതായ ഫോക്കസ് ആണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇടയിൽ അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത്രയും പറഞ്ഞു, അവിടെ വയ്ക്കട്ടെ. സൂറത്തുൽ കാഫിറൂൻ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു, ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ
ഇസ്രയേലിലേക്ക് പോകും. ഇസ്രയേലിൽ എന്തായിരിക്കുമെന്ന് ചോദിച്ചാല് സൂറത്തുൽ കാഫിറൂൻ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഉറുവാണ്. അപ്പൊ ശരി, നമ്മൾ പൂർണ്ണക്രിയൊക്കെ പഠിച്ചല്ലോ. അപ്പൊ ഫതഹ അവൻ തുറന്നു, അബദ അവൻ ആരാധിച്ചു. അപ്പോ ഇത് നമ്മൾ 2 പ്രാവശ്യം ഫോക്കസ് ചെയ്ത് പറയിക്കുക. അബദ അവൻ ആരാധിച്ചു. അപ്പൊ എന്താണ് എന്റെ അടുത്തത്? നേരത്തെ ടേബിൾ പഠിപ്പിച്ചത് ഓക്കെ, ശരിയാ. അബദ അവൻ ആരാധിച്ചു, അബദു അവരാരാധിച്ചു, അബത്ത ആരാധിച്ചു, അബത്തും നിങ്ങൾ ആരാധിച്ചു. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന സുഹൃത്തിന് അബത്തും ഉണ്ട്. അത് ഇത് അബദ അറിഞ്ഞെങ്കിൽ മാത്രമേ അബത്തും അറിയാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അബദ അവൻ ആരാധിച്ചു, അബദു അവരാരാധിച്ചു, അബത്ത നീ ആരാധിച്ചു, അബത്തും നിങ്ങൾ ആരാധിച്ചു, അബദിന ഞങ്ങൾ ആരാധിച്ചു. ഓക്കെ, അപ്പൊ അതിന്റെ അപൂർണ ക്രിയ പഠിക്കാൻ വേണ്ടി നമ്മൾ നഅ്ബുദുലേക്ക് പോവുക ആദ്യം. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞു വെച്ചത് ഫതഹ യഫ്തഹു. അപ്പൊ അപൂർണ ക്രിയ സദസ്യനെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏതിന്റെ? അബദയുടെ. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കണം? നമ്മള് നഅ്ബുദു പഠിച്ചല്ലോ. നഅ്ബുദു എന്താ അർത്ഥം? നാം ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തഅ്ബുദൂന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? തഅ്ബുദൂന അല്ലെങ്കിൽ യഅ്ബുദുലേക്ക് പോകാം. നഅ്ബുദു പറഞ്ഞിട്ട് അപ്പൊ നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, യഅ്ബുദു ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം മധ്യത്തിൽ ലമ്മ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അവർ തെറ്റിച്ച് യഅ്ബദ എന്നോ അല്ലെങ്കിൽ ഫതഹ യഫ്തഹു പോലെ പറയാൻ ഇട കൊടുക്കരുത്. എന്ത് ചെയ്യണം? നമ്മുടെ വോയിസ് അവരുടെ മൈൻഡിലേക്ക്, ചെവിയിലേക്ക് അങ്ങോട്ട് കുത്തി തിരികെ കൊടുക്കണം. അതാണ് അവിടെ എന്ത് ചെയ്യണം? കിടന്ന് മുഴങ്ങണം. യഅ്ബുദു നഅ്ബുദു. അപ്പം പിന്നെ നമ്മള് ലമ്മാണ് ഫതഹാണെന്നൊരു കാരണവശാലും പറയരുത്. മനസ്സിലായോ? ഫതഹ യഫ്തഹു അവിടെ ഫതഹാണ്, അബദ യഅ്ബുദു ലമ്മാണെന്ന് പറയരുത്. കാരണം എന്താന്ന് വെച്ചാല് ലമ്മാണല്ലേ, ശരിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടെന്ന് വെച്ച് അവിടെ ഒരു ഉടക്കി കിടക്കും. അങ്ങനെ ഉടക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അത് നമ്മൾ നസ്ര ബാബ് പഠിപ്പിക്കുമ്പോൾ മാത്രമേ അവിടെ നമ്മളുള്ളൂ. നസ്ര ബാബ് ഏതില? ഈ ടൈമിലല്ല, അടുത്ത ടൈമിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കിടന്നിട്ട് ഉടക്കി കളയാൻ ഇട കൊടുക്കരുത്. നഅ്ബുദു നമ്മൾ പഠിച്ചല്ലോ. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ ആരാധിക്കുന്നത് എങ്ങനെ പറയും? യഅ്ബുദു നമ്മൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരുമിച്ച് വരാൻ പറയാം. യഅ്ബുദു അവൻ ആരാധിക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കി എന്താണെന്ന് പറയിപ്പിക്കാം. യഅ്ബുദു അവൻ ആരാധിക്കുന്നു, യഅ്ബുദൂന അവരാരാധിക്കുന്നു, തഅ്ബുദു നീ ആരാധിക്കുന്നു, തഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുന്നു, അഅ്ബുദു ഞാൻ ആരാധിക്കുന്നു, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. ഇത് അങ്ങോട്ട് തിരിച്ചിടേണ്ടതായിരുന്നു. കാരണം ഇവിടെ നഅ്ബുദു ആദ്യം പറയാൻ വേണ്ടിയാണ്. തഅ്ബുദൂന കഴിഞ്ഞിട്ടാണ് നഅ്ബുദു ആദ്യമാണ് വരേണ്ടത്. അത് പിന്നെ പറഞ്ഞിട്ടപ്പോഴത്തേക്ക് മാറിപ്പോയത്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ടെന്ന് എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. കാരണം ഇത് നേരത്തെ സ്റ്റുഡൻസിന് അറിയാത്ത കാര്യം. അതെന്താണ് പറയുന്നത്? അബദ ആരാധിച്ചു, ആബിദുൻ ആരാധിക്കുന്നവൻ. അബദ ആരാധിച്ചു, ആബിദുൻ ആരാധിക്കുന്നു. അപ്പൊ നമ്മൾ വേറെ ഒന്നിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഫതഹ തുറന്നു, തുറക്കുന്നവൻ എന്ത് പറയും? ഫാത്തിഹൻ തുറക്കുന്നവൻ. ജഅല ആക്കി, ജാഇലൻ ആക്കുന്നവൻ. ഒന്നുകൂടെ പിന്നെയും അബദയിലേക്ക് പോവുക. അബദ ആരാധിച്ചു, ആബിദുൻ ആരാധിക്കുന്നവൻ. ആരാധിക്കുന്നവനാണ് എങ്കിൽ ബാക്കി ബഹുവചനം അവർ കൊണ്ട് പറയും. ആബിദുൻ ആരാധിക്കുന്നവൻ. അപ്പൊ ആരാധിക്കുന്നവർക്ക് എന്ത് പറയും? മുസ്ലിമുൻ പറഞ്ഞു കൊടുക്കുക. ഈ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. മുസ്ലിമുൻ ഒരു മുസ്ലിം, മുസ്ലിങ്ങൾ മുസ്ലിമൂന. ആബിദുൻ ആരാധിക്കുന്നവൻ, ആബിദൂന ആരാധിക്കുന്നവൻ. അതേപോലെ ഹുവ മുസ്ലിമുൻ, ഹും മുസ്ലിമൂന. അങ്ങനെയാണെങ്കിൽ അന ആബിദുൻ, അന മുസ്ലിമുൻ പറഞ്ഞു. അന മുസ്ലിമുനാണെങ്കിൽ അന ആബിദുൻ ഞാൻ ആരാധിക്കുന്നവനാണ്, അൻതും ആബിദൂന. അന ആബിദുൻ അൻതും ആബിദൂന. പിന്നീട് നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന വാക്കുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അധികവും സൂറത്തുൽ കാഫിറിൽ വന്നിരിക്കുക. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു നോക്കുക. അപ്പോ അബദ അവൻ ആരാധിച്ചു, നിങ്ങൾ ആരാധിച്ചു എന്നുള്ളത് എന്ത് പറയും? അബത്തും നിങ്ങൾ ആരാധിച്ചു. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളത് എന്ത് പറയും? തഅ്ബുദൂന നിങ്ങൾ ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നു എന്നുള്ളത് എന്ത് പറയും? അഅ്ബുദു ഞാൻ ആരാധിക്കുന്നു. ആരാധിക്കുന്നവൻ എന്ത് പറയും? ആബിദുൻ ആരാധിക്കുന്നു. ആരാധിക്കുന്നവർക്ക് എന്ത് പറയും? ആബിദൂന ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നവനാണെന്ന് എങ്ങനെ പറയും? അന ആബിദുൻ ഞാൻ ആരാധിക്കുന്നു. അൻതും ആബിദൂന നിങ്ങൾ ആരാധിക്കുന്നു. നിങ്ങൾ ആരാധിക്കുന്നവരാണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞാലാണ് നിങ്ങൾ ആരാധിക്കുന്നവരാണ്.
ഇപ്പൊ പറഞ്ഞു ഞാൻ ഷൈമ ആ നിങ്ങൾ എന്ത് ചെയ്യണം, കുറെ കൂടെ സ്പീഡ് പറഞ്ഞു കൊടുക്കണം കേട്ടാ. ആ സ്പീഡ് കൂട്ടണം. സ്പീഡ് കൂട്ടില്ലെങ്കിൽ ഇൻഷാല്ലാ. നമ്മൾ വെള്ളം കുറേശ്ശാണ് വരുന്നത്, അതിങ്ങനെ കാത്തിരിക്കും. നമ്മൾ ഒതു കൊടുക്കണമെങ്കിൽ വരുന്ന ആവശ്യം വെള്ളം വേണ്ടത്. അതേപോലെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇന്ന് സ്പീഡ് ലേണിംഗ് എന്ന് പറയും. സ്പീഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ലേണിംഗ് വേഗത്തിൽ സ്പീഡ് ആകണമെന്നല്ല. ലേണിങ്ങിന് ഒരു സ്പീഡുണ്ട്. പഠനം പകർന്നു കൊടുക്കുന്നതിനും എടുക്കുന്നതിനും അതിനൊരു കണക്കൊരു സ്പീഡുണ്ട്. ആ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സ്പീഡിലേക്ക് വരണം. അത് വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കും അത് സ്വീകരിക്കുന്നവർക്കും പ്രോപ്പറായിട്ട് സ്വീകരണം നടക്കുകയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, പഠിപ്പിക്കാൻ. കുഴപ്പമില്ല. ഞാൻ വീണ്ടും അതിന്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞ ഇത്രയും സംഗതിയിലേക്ക് നിങ്ങൾ ഉടനെ തന്നെ വരും എന്നേ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അതായിരിക്കും നമ്മുടെ ലക്ഷ്യം, അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ണൂരുള്ള ആരുമില്ല നമ്മുടെ ഇതില് ടീച്ചർമാരില്? കണ്ണൂർ എസ്റ്റേറ്റ് സ്ഥലത്തുണ്ടോ? ഷറഫു പോയോ? നേരത്തെ ഇവിടെ കയറുണ്ടല്ലോ. പരിപാടിയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞോ? പരിപാടിയൊക്കെ വളരെ ഗ്രേറ്റ്, ഭംഗിയായിരുന്നു, മനോഹരം. അൽഹംദുലില്ലാ. നമ്മൾ ഉദ്ദേശിച്ച റേഞ്ചിലേക്ക് അഡ്വർടൈസ്മെന്റ് എത്തിയിട്ടില്ല. അഡ്വർടൈസ്മെന്റ് നമ്മളെ എന്ത് ചെയ്തിട്ടില്ല, ആദ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനി നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ പരിമിതി ഉണ്ടാവും. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ആ റേഞ്ച് ഓഫ് പീപ്പിൾ അല്ല വന്നത്. ആ റേഞ്ച് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിലേ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. എന്തായാലും പരിപാടിയൊക്കെ നമ്മൾ കുറെ ടെക്സ്റ്റ് ബുക്കൊക്കെ കൊണ്ടുവരുന്ന കംപ്ലീറ്റ് കിട്ടിയിരുന്നു. അതുപോലെ കാര്യം പിന്നെ എന്താ പറയാ, ബാക്കിയെല്ലാം ഭംഗിയായിരുന്നു. പരിപാടി കുറച്ച് വൈകിയാണ് തുടങ്ങിയെങ്കിലും നമ്മൾ സമയത്ത് തന്നെ തീർത്തു. നമ്മൾ ടാർഗറ്റ് 14,000 വാക്കുകളായിരുന്നെങ്കിൽ 15,000 വാക്കുകളാണ് ഇപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അറിയാമെങ്കിൽ ഖുർആനിലെ 5000-ലധികം വാക്കുകൾ, 5500 6000-ഓളം വാക്കുകൾ അറിയാം. റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡൊന്നും ഒന്നും പ്രോപ്പറായിട്ട് നടന്നില്ല. അങ്ങനെ കുറെ ഡിഫക്റ്റുകളുണ്ട് അവിടെ. പിന്നെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ 4:30ക്കും ആൾക്കാർ എത്തിയിട്ടില്ല. 4:30 4:45 ആയപ്പോഴത്തേക്കാണ് അങ്ങനെ ആൾക്കാർ 3/4 ഭാഗത്തോളം എത്തിത്തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എല്ലാം സീനിയർ സിറ്റിസൺസ് ആണ് കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നത്. അവരോട് നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ അങ്ങനെ പറഞ്ഞു കേൾപ്പിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ്. ഓക്കെ, അത് റീ റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് അവിടത്തേക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രോഗ്രാമാണ്. പുതിയ കണ്ടുപിടുത്തങ്ങളാണ് അതിനകത്തുള്ളത്. പഴയ സംഭവമല്ല, പുതിയ കണ്ടുപിടുത്തമാണ്. കാരണം എനിക്കറിയാം ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാർ ചിലപ്പോൾ വന്നുകൊണ്ടാവണം എന്നില്ല, നമുക്ക് സമയം കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉള്ള ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നീണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ 4 മണിക്കൂറാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. 4 മുതൽ 8 വരെ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറാണ്. അതിനിടയ്ക്ക് നമസ്കാരത്തിനുള്ള സമയം കഴിച്ചാലും അരമണിക്കൂറേ കുറയുള്ളൂ. പക്ഷെ അതൊന്നും അല്ല, കുറഞ്ഞത് 3/4 മണിക്കൂറോളം തുടങ്ങാൻ താമസിച്ചു. പിന്നെ അരമണിക്കൂറോളം ഉദ്ഘാടനത്തിന് പോയി. 1.25 മണിക്കൂറോളം തന്നെ പോയി. പിന്നെ നമസ്കാരം പോലുള്ള കാര്യങ്ങൾ അരമണിക്കൂർ, 1.5, 1.15, 3:45, നമുക്കൊരു 1.5 മണിക്കൂറെ കിട്ടിയിട്ട് ആ 1.5 മണിക്കൂറിനകം നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. 15,000 വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വിജയം. വേറൊന്നും നമ്മുടെ അവതരണത്തിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, സ്പീഡാക്കേണ്ടി വന്നിട്ടില്ല. ചില ആൾക്കാർ വേഗം സ്പീഡ് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് വേഗം പൊയ്ക്കളഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുദ്ദേശിച്ചത് 15,000 വാക്കുകൾ ഇപ്പൊ ഇങ്ങനെ ടാപ്പ് തുറന്ന മാതിരി ഇങ്ങനെ 15,000 എണ്ണം വരും, 15,000 വാക്കുകൾ വരും എന്നാണ് വിചാരിച്ചത്. നമ്മൾ തുടക്കത്തിൽ നമ്മളെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചേഞ്ച് വേണം, അതുപോലെ കുറെ കാര്യങ്ങൾ വേണം. ഹെബിയൻ ലോക്ക്ഡൗൺ ആ ലോക്കൊക്കെ റിമൂവ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും അവർക്ക് ഇത്രത്തോളം
പവർഫുൾ ആയിട്ട് തോന്നിയില്ല. അവര് ഹൃദയം പൂട്ടി വെച്ചിരുന്നാലും ഖുർആൻ വായിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ ഖുർആൻ ഹൃദയം പൂട്ടി വെച്ചിരുന്നാൽ ഖുർആൻ മനസ്സിലാവില്ല എന്ന കാര്യം പറയാൻ വേണ്ടി നമ്മൾ അരമണിക്കൂറിലധികം എടുത്തിട്ടുണ്ടാവും. അരമണിക്കൂർ എടുത്തില്ല, ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അത് ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ടാവും, അവർ നേരത്തെ പോയി എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും നമ്മളെ സമയത്തോളം പരിപാടി ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പുതിയ ഒരു രീതിയിലുള്ള അവതരണമാണ്. അത് റീകാൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കും. അപ്പൊ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സൂറത്തുൽ കാഫിറൂൻ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞതും, അതേപോലെ അവസാനത്തെ പദങ്ങളുടെ കാര്യം പറഞ്ഞതിലും ഒക്കെ ജി സാബ് ആ ഭാഗം പിന്നെ ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഇല്ല, ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ക്ലാസ് എടുക്കുന്ന ആരൊക്കെയാണ്? ഗ്രാമർ ക്ലാസ് എടുക്കട്ടെ. ആരാണ്? ഷൈമ. സ്പീഡ് കൂട്ടുമോ? മാക്സിമം ശ്രമിക്കാം. അടുത്തത് വരുന്നത് കൽപ്പനക്രിയയുടെ ഭാഗം വരുന്നുണ്ട്. പിന്നെ സൂറത്തുൽ കാഫിറൂൻ കഴിഞ്ഞാൽ പിന്നെ ആഴ്ചനാക്കൾ കൗസറാണ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഖുർആനാണ് എടുത്തത്, ഭാഷാ പഠനമാണ് എടുത്തത്? ഖുർആനാണ്. അടുത്ത പ്രാവശ്യം അടുത്ത് വരുന്നത് ഇതെടുക്കണം. ഏത്? കൽപ്പനക്രിയയാണ് വരുന്നത്. അപ്പൊ കൽപ്പനക്രിയയും വിരോധക്രിയയും എങ്ങനെയാണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വരുന്നതിലേക്കുള്ള അത് സംബന്ധമായിട്ട് വീഡിയോ അല്ല വോയിസ് ക്ലിപ്പ് ഇട്ട് തരും. അത് നോക്കിയിട്ട് അതനുസരിച്ച് പറയാം. നമ്പർ 1 ഷൈമ. നമ്പർ 2 നേരത്തെ ഒരാളിനെ പറഞ്ഞിരുന്നല്ലോ, 96 മോഡൽ ആളെവിടെ? രഹന ഫാത്തിമ രഹന. ഇവിടെ ലിസ്റ്റിൽ കിടക്കുന്നതില് റഷീദ് അവതരിപ്പിച്ചു, മുജീബ് അവതരിപ്പിച്ചു, റസീന അവതരിപ്പിച്ചു, ഷെയ്മ കഴിഞ്ഞു, ഷറഫ് എടുത്തായിരുന്നോ? ഒരു ക്ലാസ് എടുത്തെന്ന് തോന്നുന്നില്ല ഷറഫ്. അലിമുത്ത് എടുത്തോ? അലിമുത്ത് മിണ്ടി കാണുന്നില്ലല്ലോ. അൻഷില എടുക്കോ? അടുത്ത പ്രാവശ്യം ക്ലാസ് എടുക്കോ? രണ്ടാമത് ഫസ്റ്റ് എടുക്കാൻ ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ. ഷൈമ എടുക്കുന്നത് ലാംഗ്വേജ് ആണ്. ഫാത്തിമ എടുക്കേണ്ട ഖുർആന്റെ ഭാഗമാണോ ലാംഗ്വേജ് ആണോ എടുക്കുക? ഖുർആന്റെ ഭാഗം എടുക്കാം. രണ്ടു ഭാഗം എടുത്താലും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഫുള്ള് ട്രെയിൻ ചെയ്ത് വരിക, പ്രാക്ടീസ് ആക്കി വരിക. നമുക്ക് നോക്കാം. അലിമുത്ത് ക്ലാസ് എടുത്തിട്ടുണ്ടോ? അൻഷില ക്ലാസ് എടുത്തിട്ടുണ്ടോ? അൻഷില ഉണ്ടോ? അൻഷില എടുത്തായിരുന്നോ ക്ലാസ്? ഒന്നും എടുത്തല്ലേ? ഫാത്തിമ ബീഗം എടുത്തു, ഫാത്തിമ രഹന അടുത്തെടുക്കും, റഹീമ എടുത്തു, ഷൈനി VP എടുത്തു. അപ്പൊ ഇനി 9, 10, 11, 12, 13 ആകുമ്പോൾ എല്ലാവരും എടുത്തു കഴിഞ്ഞിരിക്കണം. ഒന്നിലധികം എടുത്തവർക്ക് ഗ്രേസ് മാർക്കും കൂടെ കൊടുക്കും സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അല്ലേ? ഓക്കെ. ഫാത്തിമ രഹന. മൂന്നാമതാരാ? മൂന്നാമതാരുമില്ല. ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ വക്താക്കളായി രംഗത്ത് വരാനും അതിൽ നമ്മളെ ജീവിതം അത് ആക്കി തീർക്കാൻ, അത് ജീവിതം അതാക്കി തീർത്താൽ നമ്മൾ ഇബാദത്ത് പൂർണ്ണമായി ഖുർആന് വേണ്ടിയുള്ള ഖുർആന്റെ വക്താക്കളെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അള്ളാഹ്ക്ക് കുടുംബക്കാരുണ്ടെന്നാ പറയുന്നത്. അള്ളാഹ്ക്ക് വാപ്പയില്ല, ഭാര്യയില്ല, മക്കളില്ല, എന്താണെന്നില്ല, അവനെ ജനിപ്പിച്ചവനാരുമില്ല, അവൻ ജനിപ്പിക്കപ്പെട്ടവനല്ല എന്നുള്ളത് വിശ്വാസ പ്രമാണമാണ്. പക്ഷെ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അള്ളാഹ്ക്ക് ജനങ്ങളിൽ നിന്നും കുറച്ച് അഹ്ലീനയുണ്ട്, കുടുംബക്കാരുണ്ട്. ആരാണ് അള്ളാന്റെ കുടുംബക്കാര്? ആർക്കറിയാം? കേട്ടിട്ടേ ഇല്ല ഹദീസ്. അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ഖുർആനി, ഖുർആന്റെ ആൾക്കാരാണ്
അഹ്ലുല്ലാഹി വഖാസത്തുഹു, അള്ളാന്റെ കൂട്ടുകുടുംബവും അവന്റെ എന്താ പറയാ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർ, ഖാസത്തുഹു, അതിന്റെ കൂടെ നടക്കുന്ന പ്രത്യേക ആൾക്കാരുണ്ടല്ലോ. നമ്മളെ മുഖ്യമന്ത്രിയുടെ കൂടെ ചില ആൾക്കാർ കൂടെ നടക്കില്ലേ, മുഖ്യമന്ത്രിയുടെ ആളാണെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ അള്ളാന്റെ അടുത്ത ആൾക്കാർ, അള്ളാന്റെ സവിശേഷത ഉള്ള പ്രത്യേകക്കാർ, അള്ളാന്റെ പ്രത്യേകക്കാർ ആരാണ്? അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹി വഖാസ. പിന്നെ എന്തെങ്കിലും പണിയെടുക്കേണ്ടതുണ്ടോ അയാള്? പിന്നെ ഒരു പണി എടുക്കേണ്ട കാര്യമില്ല. ജനങ്ങളെ ഖുർആനിലേക്ക് ക്ഷണിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, അതിൽ നമ്മുടെ ജീവിതം വിഴിഞ്ഞു വെക്കുക. അള്ളാഹ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത കിതാബിയല്ലേ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. ഷൈമ എന്തായാലും പറഞ്ഞായിരുന്നു. അഹിലുൽ കിതാബിയല്ലേ അത് അള്ളാഹുവിന്റെ ആൾക്കാര്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ ആൾക്കാർ. ആ ഇപ്പൊ പറഞ്ഞ അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആൾക്കാർ. ഖുർആൻ. അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആൾക്കാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞ ഹദീസാണ് ഞാൻ പറഞ്ഞത്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങൾക്ക് അള്ളാഹ്ക്ക് ജനങ്ങളിൽ നിന്നുള്ള കുറെ കൂട്ടുകുടുംബക്കാരുണ്ട്. അഹ്ല എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം, അഹ്ല കുടുംബം. അപ്പൊ അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് കുറച്ച് കൂട്ടുകുടുംബക്കാരുണ്ട്. പിന്നെ പറഞ്ഞു അഹ്ലുൽ ഖുർആനി ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു, ഖുർആന്റെ ആൾക്കാരാണ് അള്ളാന്റെ കൂട്ടുകുടുംബക്കാരും അവന്റെ പ്രത്യേകക്കാരും. അള്ളാഹ് കൂട്ടർ നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.